ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ തട്ടകത്ത് അമ്പലത്തിൽ പൂരാണ്, ചെമ്പൂത്ര. അപ്പോൾ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഞാനും ചേട്ടനും അമ്മയും കൂടെ റെഡി ആയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ദേ ഇപ്പോൾ അമ്പലത്തിൽ പറമ്പിലെ വിശേഷങ്ങളാണ് ഈ കാണുന്നത്. പൂരത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളായിട്ടുണ്ട് കേട്ടോ. അമ്പലമൊക്കെ നന്നായിട്ട് ഒരുക്കി, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അമ്പലമൊക്കെ കാണാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. ഞങ്ങൾ പോയ സമയത്ത് ശീവേലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു. അമ്പലത്തിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ശ്രദ്ധിച്ച് വേണം പോവാനായിട്ട്, ഇല്ലെങ്കിൽ അവിടെ എവിടെയും തട്ടലും മുട്ടലും ഒക്കെ ആയിരിക്കും, അത്ര തിരക്കായിരുന്നു. അപ്പോൾ ശീവേലി നടക്കുമ്പോൾ നമ്മൾ കയറി തൊഴുതു. നമ്മൾ തൊഴുതിറങ്ങിയപ്പോഴേക്കും ശീവേലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തൊഴുതിറങ്ങുമ്പോഴേക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടൊക്കെയാണ് കേട്ടോ പോയത്, വീട്ടിലേക്ക് പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചതിരിഞ്ഞാണ് ദേശപൂരങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒരു ഉച്ചതിരിഞ്ഞ് വെയിലൊക്കെ ആറിയ ആ സമയത്താണ് ഓരോ ദേശത്തുനിന്നും പൂരമൊക്കെ എഴുന്നള്ളിച്ച് പറമ്പിലേക്ക് വരുന്നത്. പിന്നെയാണ് കൂട്ടിയെഴുന്നള്ളിപ്പ്, അങ്ങനെയൊക്കെ. അമ്പലത്തിൽ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഒന്ന് തൊഴുത് ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ ഉച്ചതിരിഞ്ഞാണ് നമ്മൾ പറമ്പിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇതേ ശീവേലി കഴിഞ്ഞ് ആന പോകുന്ന ഭാഗമാണ് കേട്ടോ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. അത് കഴിഞ്ഞൊരു ഉച്ചതിരിഞ്ഞ് 3 മണി 3:30 ആ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൂരം കാണാനായിട്ട് പിന്നെ ഇറങ്ങി. ആ ഭാഗമാണ് കേട്ടോ ഇത്. ആ സമയത്താണ് പൂരമൊക്കെ, ഓരോരോ ദേശത്തെ പൂരങ്ങളൊക്കെ എഴുന്നള്ളിച്ച് പറമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെയുള്ള ദേശത്തെ പൂരമാണ് കേട്ടോ ഇത് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പറമ്പിലേക്ക് പോയി. പറമ്പിൽ പോയപ്പോൾ കുറച്ച് ദേശങ്ങളുടെ പൂരമൊക്കെ പറമ്പിൽ നിരന്നിട്ടുണ്ടായിരുന്നു, ആനയൊക്കെ നിരന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറേ ദേശങ്ങളുടെയൊക്കെ പൂരം വരാനുണ്ടായിരുന്നു. 38 ദേശത്തിൻ്റെ അങ്ങാണ്ട് പൂരം ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് സംഖ്യ അറിയില്ല, 38 ദേശത്തിൻ്റെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോരോ ദേശത്തിൻ്റെ പൂരങ്ങൾ വന്ന് അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് ദേവീനെ തൊഴുത് പറമ്പിലേക്ക് കയറുന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് നേരം നമ്മൾ കണ്ടു നിന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞ് കൂട്ടിയെഴുന്നള്ളിപ്പ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി. പിന്നെ അവിടെ നിൽക്കാൻ പറ്റാണ്ടായി. എങ്ങാനും നല്ല ഇടിയൊക്കെ കൊണ്ടാലോ, നല്ല തിരക്കാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമുക്ക് അത്രയും തിരക്കിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വെറുതെ ആ സമയത്ത് പൂരങ്ങളൊക്കെ പോയി, കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ് പൂരമൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ പുലർച്ചെ പൂരമാണുള്ളത്. അപ്പോൾ വെറുതെ ഒരു 8 മണി സമയത്ത്, രാത്രി 8 മണി സമയത്ത് നമ്മൾ പുറത്തിറങ്ങി പറമ്പിലൊക്കെ വന്ന് നമ്മൾ ബജ്ജി അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിച്ച് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അത് ഞാൻ ആ വീഡിയോ പിന്നെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം കേട്ടോ. എല്ലാം കൂടെ ഇതിൽ തികയില്ല, ബാക്കിയൊക്കെ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. ഇതിപ്പോൾ പൂരങ്ങൾ, ദേശപൂരങ്ങൾ നമ്മുടെ പറമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇട്ടിട്ട് ബാക്കി പുലർച്ചെ പൂരമൊക്കെ ഞാൻ സെക്കൻഡ് പാർട്ടിലിടാം കേട്ടോ. യഥാസ്ഥാനത്ത് നിൽക്കുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. പാപമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ബാരിക്കേഡിന്റെ മുറിവുകളിൽ യഥാസ്ഥാനത്ത് പോയി നിൽക്കണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ക്ഷേത്ര ദർശനത്തിനെത്തിയ പൂരങ്ങൾ എത്രയും പെട്ടെന്ന് കഴിയുമെന്ന് ക്ഷേത്ര ദർശനത്തിനെത്തിയ പൂരങ്ങൾ എത്രയും പെട്ടെന്ന് വെളിയിൽ പോയി നിൽക്കേണ്ടതാണ്. പൂരങ്ങൾ ബാരിക്കേഡിന്റെ മുറികൂടി പോയി നിലയിൽ പോയി നിൽക്കേണ്ടതാണ്. പാപമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ക്ഷേത്രത്തിൽ പ്രവേശിച്ച പൂരങ്ങൾ ബാരിക്കേഡിന്റെ മുറികൂടി യഥാസ്ഥാനത്ത് നിൽക്കുമെന്ന് ദേവീനാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു.
അപ്പോൾ ഇത് ഏകദേശം എല്ലാ പൂരം എത്തിക്കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മുടെ ദേവിയുടെ തിടമ്പെടുക്കാനുള്ള ആനേനെ അമ്പലത്തേക്ക് വിളിച്ചിട്ട് തിടമ്പ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദേവിയുടെ തിടമ്പാന അമ്പലത്തിലേക്ക് വന്നു. തിടമ്പെടുത്തിപ്പോൾ ഇറങ്ങും കേട്ടോ. നമ്മുടെ ദേവിയുടെ തിടമ്പെടുക്കണ ആന ചിറക്കൽ കാളിദാസനാണ്. അപ്പോൾ ഈ ചിറക്കൽ കാളിദാസൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് തിടമ്പ് ഏറ്റിട്ട് വരുന്ന ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാ ഭക്തരോടും പ്രത്യേക ശ്രദ്ധിക്കുക. അറിയിച്ചുകൊള്ളുന്നു. അമ്മേശ്വരുടെ ദേവീശ്വരണം ദേവിയുടെ കടമേറ്റ് വരുന്ന പൂരത്തിന് ഭക്തനുകൾ വഴിമാറി കൊടുക്കണമെന്ന് ദേവീനാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ആമലസുകാരോട് പ്രത്യേക ശ്രദ്ധയ്ക്ക് എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിന്റെ നടയിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് തിടമ്പേറ്റി ആന പോയി കൂട്ടിയെഴുന്നള്ളിപ്പൊക്കെ തുടങ്ങിയ സമയമായപ്പോഴേക്കും നല്ല തിരക്കായി. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം.